ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മഴ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണ് നമുക്കിപ്പോഴാണ് ഒന്ന് റബ്ബർ വെട്ടാൻ സാധിച്ചത്. റബ്ബർ വെട്ടി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഷീറ്റുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മളൊരു സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ഒരുവിധം നല്ല രീതിയിൽ പൈസ ചിലവാക്കും. പ്ലാസ്റ്റിക് വാങ്ങിക്കാനും അത് തയ്പ്പിക്കാനും അതിൻ്റെ പണിക്കൂലിയും അങ്ങനെ കുറേ കാര്യങ്ങളും പിന്നെ റബ്ബറിൻ്റെ ചിരട്ട ബ്ലേഡ് അങ്ങനെയുള്ളതിന്. അപ്പോൾ നമുക്ക് ഈ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ നന്നായിട്ട് വെട്ടി ഷീറ്റോ അല്ലെങ്കിൽ പുട്ടുപാലോ ഒക്കെ ആക്കി മാറ്റണം. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇപ്പം തന്നെ റബ്ബർ വെട്ടുന്ന എല്ലാവർക്കും ഇത് ഒരാശ്വാസ സമയമാണ്. കാരണം കുറേ ദിവസം കൂടി ഒന്ന് വെട്ട് കിട്ടി കാണും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഷീറ്റ് വെട്ടി അന്നത്തെ ദിവസമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിയ ഷീറ്റ് വെളിയിൽ തന്നെ ഇട്ടേക്കും. ഒരു 2 ദിവസം വെളിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞൊരു ചെറിയൊരു മഞ്ഞ കളർ വന്ന ശേഷം നമ്മളിത് കഴുകാനെടുത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഇത് നോക്കുക അറിയാം, മറ്റേ പുളിയുടെ ഇലയുടെ താഴെ ഇട്ടിരിക്കുന്നുണ്ട്. പുളിയുടെ ഇലയും ഇച്ചിരി ഒരു ഷീറ്റ് അങ്ങനെ നിലത്ത് വീണിട്ടുണ്ട്. അപ്പോൾ മണ്ണ് അങ്ങനെയുള്ളതൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഷീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ വില കുറയും. അപ്പോൾ ഇതെല്ലാ ഷീറ്റും നമ്മൾ ഒരുമിച്ച് വലിയ ടാങ്കിലിട്ട് കുതിർത്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് മാനുവലി തന്നെ ബ്രഷ് ഉപയോഗിച്ച് കഴുകി അതിനുശേഷമാണ് പുകപ്പുര കയറ്റി ഉണക്കുന്നത്. ഇതിപ്പോൾ കാണാം, ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവിനകത്തുണ്ടെന്ന്. ഇപ്പോഴും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇനി വെട്ടാലും നടക്കത്തുള്ളൂ. മഴ കൂടുവാണ് അതും കുറഞ്ഞിരിക്കും. ഇങ്ങനെ നമ്മുടെയൊക്കെ 10-25 ഷീറ്റ് പ്രാവശ്യം കിട്ടി കേട്ടോ. വെട്ട് നന്നായിട്ട് നടന്നാലേ ഷീറ്റിൻ്റെ എണ്ണവും കൂടത്തുള്ളൂ. 1-2 ദിവസം അടുപ്പിച്ച് വെട്ടിയാലേ പാലിൻ്റെ വരവും കൂടത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. മിക്ക ആൾക്കാരും ഷീറ്റാക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, പാലായിട്ട് തന്നെ കൊടുക്കുന്നവരുമുണ്ട്. ചില ആൾക്കാരത് ഒട്ടുപാലും മറ്റേ ചെണ്ടിപ്പാലും മാത്രം, അതായത് വലിയ വലിയ കപ്പുകളിൽ സൂക്ഷിക്കും പാല്. അന്നേരം വലിയ രീതിയിലുള്ള ചെണ്ടിപ്പാൽ കിട്ടും. ഇതാണ് നമ്മുടെ ടാങ്കിനകത്തിട്ടാണ് നമ്മളിപ്പം ചെളിയും എല്ലാം പറ്റിയ ഷീറ്റ് നനയ്ക്കുന്നത്. എന്നിട്ട് കമ്പ് വെച്ച് മൊത്തത്തിൽ ഇളക്കി എല്ലാ ഷീറ്റും നല്ല രീതിയിൽ കുതിർത്തതിന് ശേഷം ബ്രഷ് വെച്ച് കഴുകി അതിനകത്തുള്ള ചെളിയെല്ലാം കളഞ്ഞിട്ടാണ് പോപ്പരയിട്ട് ഓണാക്കി കമ്പനിക്ക് കൊടുക്കുന്നത്.